ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായി ശരീരക്ഷീണം, വിശപ്പില്ലായ്മ, ആഹാരത്തോട് വെറുപ്പ്, സ്മോക്ക് ചെയ്യുന്ന പോലെ സ്മോക്കിംഗ് പോലും വെറുക്കുക, ശരീരവേദന, ജോയിൻറ്റ് പെയിൻ ഇങ്ങനെ ആയിരിക്കും തുടങ്ങുക. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കരളിനെ ബാധിക്കുന്ന രോഗമാണ്. കരളിന് പലതരം അസുഖങ്ങൾ ഉണ്ടാകാം. അതിൽ കൂടുതലും അണുബാധ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. വൈറസുകളാണ് അതിൽ പ്രധാനം. വൈറസ് എ, ബി, സി, ഡി, ഇ എന്ന 5 തരം വൈറസുകളാണ് സാധാരണയായിട്ട് പഞ്ചക്രിമികൾ എന്ന് വിളിക്കാം. ഇതിൽ ഏത് തരം വൈറസുകളാണ് ഉണ്ടാണെങ്കിലും മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതാണെങ്കിലും കരളിൽ വീക്കവും കരളിൽ ഹേമവും ഉണ്ടാകും. അതിൻ്റെ എല്ലാം ലക്ഷണങ്ങൾ പൊതുവായിട്ട് പനിയോ ശരീര ക്ഷീണമോ ശരീരവേദനയോ ഓർക്കാനും ഛർദി ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാം. ഏത് വൈറസാണ് അതിന് കാരണമായാലും രോഗലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് മലിനജലങ്ങളിലും ആഹാരപാനീയങ്ങളിൽ കൂടിയാണ് പകരുന്നത്. ഇത് വളരെ കൂടുതലായി കാണപ്പെടുന്നത് എപ്പിഡമിക്സ് ആയിട്ട് ഒരേ സമയം തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവരോ ലോഡ്ജുകളിൽ താമസിക്കുന്നവർക്കോ ഒന്നിച്ച് വരാനാണ് സാധ്യത. കാരണം അത് അണുബാധ മൂലം ഉണ്ടാകുന്നതായതുകൊണ്ടാണ്. അതേസമയം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും രക്തത്തിൽ കൂടി പകരുന്നതാണ്. ഫിസിക്കൽ കോണ്ടാക്റ്റ് കൊണ്ടും സെക്ഷൽ കോണ്ടാക്റ്റ് കൊണ്ടും മയക്കുമരുന്നുകൾ കുത്തിവയ്ക്കുന്നവരിലും ഡെൻ്റൽ ടെക്നീഷ്യൻസ്, ബാർബേഴ്സ് ഇങ്ങനെയുള്ളവരിലും ടാറ്റു ചെയ്യുന്നവരിലുമൊക്കെയാണ് അത് വരുന്നത്. ഫിസിക്കൽ കോണ്ടാക്റ്റാണ് അതിന് കാരണം. ഈ ഏത് തരം വൈറസാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമായാലും രോഗലക്ഷണങ്ങൾ അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായി ശരീരക്ഷീണം, ആഹാരത്തിന് വിശപ്പില്ലായ്മ, ആഹാരത്തോട് വെറുപ്പ്, സ്മോക്ക് ചെയ്യുന്ന പോലെ സ്മോക്കിംഗ് പോലും വെറുക്കുക, പിന്നെ ശരീരവേദന, ജോയിൻറ്റ് പെയിൻ ഇങ്ങനെ ആയിരിക്കും തുടങ്ങുക. അതിനുശേഷം ക്രമേണ കണ്ണിൽ മഞ്ഞ നിറം കാണുമ്പോഴായിരിക്കും രോഗബാധയുണ്ടെന്ന് നമ്മൾ അത് തിരിച്ചറിയുക. അണുബാധ മൂലമല്ലാതെ മറ്റ് രോഗങ്ങൾ വരുന്ന ചില മരുന്നുകൾ കൊണ്ട്, മദ്യപാനം കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകാറുണ്ട്. മരുന്നുകൾ എന്ന് പറയുന്നത് TBക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആണ് കൂടുതലായിട്ട് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. അതും ഏകദേശം ഇതുപോലെ തന്നെയൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ശരീരത്തിന് സ്വയം രക്ഷിക്കുന്ന ഒരു പ്രതിരോധ സേനയുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡായിട്ടുള്ള കരൾ രോഗങ്ങളും സാധാരണയായി കണ്ടുവരുന്നു. ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് മുതലായ രോഗങ്ങളും ഉണ്ട്. പിന്നെ ജനിതകമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ ഹീമോക്രോമറ്റോസ്, വിൽസൺ ഡിസീസും മഞ്ഞപ്പിത്തമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഒരു ഘട്ടത്തിൽ മഞ്ഞപ്പിത്ത രോഗി വരുമ്പോൾ ഇതിൽ ഏതാണെന്ന് വേർതിരിക്കാനുള്ളത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ കഴിഞ്ഞ് നമുക്ക് അത് കഴിയുന്നതും അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങാവുന്നതുമാണ്.